നമുക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് ഒരവസരം കൂടി ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ബാബു സഹോദരൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മൾ 24-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ ഈ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച വാക്യത്തിൽ നമ്മൾ പഠിച്ച് നിർത്തിയത് ഇസ്രായേലിനെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി ഒരു രാജ്യം എന്നുള്ള നിലയിൽ അത് ദൈവം നിർത്തിയിരിക്കുകയാണ്. ഇന്ന് സഭ എന്ന ദൈവത്തിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ജാതി ഇസ്രായേൽ എന്നുള്ളതായിട്ടുള്ള വേർതിരിവില്ല. ജാതികളിൽ നിന്നും ഇസ്രായേലിൽ നിന്നും അല്ലെങ്കിൽ യഹൂദന്മാരിൽ നിന്നുമുള്ളതായിട്ടുള്ള ആളുകളെ പ്രത്യേകം വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് അവരെ ദൈവസന്നിധിയിൽ ഒരു ശരീരം പോലെ പണിയുന്നു എന്നാണ് ഇവിടെ അവരെ സംബന്ധിച്ച സഭയുടെ പരിപാടി. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം കണ്ടു. ഇസ്രായേലിന് അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി. അവർ യഥാർത്ഥത്തിൽ മിശിഹ വന്നപ്പോൾ മിശിഹായെ സ്വീകരിച്ച് ആ ദൈവിക പരിപാടിയോട് ചേർന്നിരിക്കേണ്ടതായിരുന്നു. ആ ദൈവിക പരിപാടി എന്ന സഭ തന്നെയാണ് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരുന്നത് എന്നുള്ളതൊക്കെ പഴയ നിയമ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തെളിയിച്ചതൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് അവരെ വീണ്ടും, അതായത് മാനസാന്തരപ്പെടുന്ന യഹൂദന്മാരെ വീണ്ടും കർത്താവ് ആ സ്വാഭാവിക കൊമ്പുകളോട് ഒട്ടിക്കും. അതിന് പ്രശ്നമൊന്നുമില്ല, അവരുടെ നേരെ അഹങ്കരിക്കുവാനായിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ 24-ാമത്തെ വാക്യം അവസാനിപ്പിച്ചത്. 25 മുതലുള്ള വാക്യങ്ങളിൽ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ബുദ്ധിമാന്മാരെന്ന് തോന്നുക എന്ന് പറയുന്നത് നമുക്ക് ഒക്കെയും ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ളതായ കാര്യമാണ്. നമുക്ക് ബുദ്ധിയില്ല എന്ന് ചിന്തിക്കാനല്ലോ നമ്മുടെ താല്പര്യം. നമ്മൾ ബുദ്ധിമാന്മാരാണ് എന്ന് ചിന്തിക്കാനാണ് നമുക്ക് താല്പര്യം. എന്ന് മാത്രവുമല്ല, നമ്മൾ ബുദ്ധിമാന്മാരാണ് എന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹവും നമുക്കുണ്ട്. ഇനി നമ്മൾ ബുദ്ധിമാന്മാരാണെന്ന് തെളിയിക്കാനായിട്ടുള്ള സ്ഥാനത്തും അസ്ഥാനത്തും ഉള്ളതായിട്ടുള്ള നമ്മളുടെ സംസാരങ്ങളും കാഴ്ചപ്പാടുകളും വിശദീകരണങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവിക പരിപാടികളെ സംബന്ധിച്ച് മാനുഷിക ബുദ്ധി എന്ന് പറയുന്നത് നിരർത്ഥകമാണ്. നമ്മളുടെ ബുദ്ധിയിൽ ദൈവിക പരിപാടികളെ ഉൾക്കൊള്ളുവാനോ വ്യാഖ്യാനിക്കുവാനോ ആയിട്ടോ കഴിയുകയില്ല. ദൈവം എന്താണോ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ ബുദ്ധിയിൽ ദൈവത്തെ നമുക്ക് വിശദീകരിക്കുവാനോ ദൈവിക പരിപാടികളെ വിശദീകരിക്കുവാനായിട്ടോ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. നമുക്ക് ബുദ്ധിയില്ലാതെ ജീവിക്കാനായിട്ട് കഴിയുകയില്ല. ബുദ്ധിമാന്ദ്യമുള്ളവരായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. ബുദ്ധിമാന്ദ്യമുള്ള ആളുകൾക്കൊന്നും ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. അവർക്ക് പ്രായോഗിക ജീവിതത്തിൽ നേരെ ജീവിക്കാനായിട്ടും അവർക്ക് കഴിയുകയില്ല എന്നുള്ളതൊക്കെയും ഒരു സത്യമാണ്. എന്നാൽ മാനുഷിക ബുദ്ധിയും പിന്നെ ദൈവം തരുന്നതായിട്ടുള്ള ജ്ഞാനവും അത് രണ്ടാണ്. മാനുഷിക ബുദ്ധിയിൽ ദൈവിക പരിപാടികളെ വിശദീകരിക്കുവാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. ദൈവത്തെയും വിശദീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ദൈവത്തെയും ദൈവിക പരിപാടികളെയും മാനുഷിക ബുദ്ധിയിൽ വിശദീകരിക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നതായിട്ടുള്ള വിവിധ മതങ്ങളോടനുബന്ധിച്ചിട്ടുള്ള സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ. അത് മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. മനുഷ്യൻ ദൈവത്തെയും ദൈവിക പരിപാടിയെയും മനുഷ്യൻ്റെ ബുദ്ധിയിൽ വിശദീകരിച്ചതാണ്. അത് മനുഷ്യനെ കൂടുതൽ വഷളത്വത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും എത്തിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മെക്കുറിച്ച് നമുക്ക് ബുദ്ധിമാന്മാരെന്ന് തോന്നരുത്, പ്രത്യേകിച്ച് ദൈവിക പരിപാടികളോടുള്ള ബന്ധത്തിൽ എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 5:21 നാം വായിക്കുന്നത്, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ വളരെ ജ്ഞാനമുള്ളവരാണ്, നമ്മൾ വളരെ ബുദ്ധിയുള്ളവരാണ് എന്ന് പറഞ്ഞാൽ
അതിൻ്റെ അർത്ഥം മറ്റാരെയും കേൾക്കാൻ, മറ്റൊന്നിനെയും അറിയുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഈ ലോകത്തിൽ കാണുന്ന സകല കാര്യങ്ങളെയും എൻ്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും ഞാൻ വിശദീകരിക്കും, അതാണ് അതിൻ്റെ സത്യം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, മറ്റ് ദൈവിക വെളിപ്പാടുകളെയോ അല്ലെങ്കിൽ ദൈവികമായ നിയോഗം പ്രാപിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുടെയോ വാക്കുകൾ കേൾക്കാതെ സ്വന്തം വിവേകത്തിലും സ്വന്തം ബുദ്ധിയിലും ആശ്രയിച്ച് ദൈവത്തെയും ദൈവിക പരിപാടികളെയും വിശദീകരിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അയ്യോ കഷ്ടമെന്നാണ് നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്. അതേ പ്രമാണം തന്നെയാണ് നമുക്കിവിടെയും യഥാർത്ഥത്തിലുള്ളത്. ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടി ദൈവം മാറ്റിവെച്ചു എന്നുള്ളതിനേക്കാൾ ദൈവം മാറ്റിവെച്ചു അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ ഒടിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അതിനടിസ്ഥാനമായിരിക്കുന്നത് അവരുടെ അവിശ്വാസമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായി. അപ്പോൾ ദൈവം തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു, അതിൻ്റെ ഫലമായിട്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞു എന്ന് ചിന്തിക്കുന്നതാണ് അതിനകത്ത് ഏറ്റവും വചനപരമായി യോഗ്യമായിട്ടുള്ള കാര്യം. എന്താണ് രഹസ്യം? ഇങ്ങനെ ഇസ്രായേൽ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് ഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം ആകും, അല്ലെങ്കിൽ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിട്ടുണ്ട്, അതിവിടെ പറയുകയാണ്. എന്നാൽ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ളൊരു കാലം വരുന്നുണ്ട്. ഒരു രാജ്യം എന്നുള്ള നിലയിൽ, ഒരു ജനത എന്നുള്ള നിലയിൽ അവർ ക്രിസ്തുവിലേക്ക് നോക്കി കർത്താവ് അവരെ ചുറ്റുമുള്ള നാനാ ജാതികളാൽ ചുറ്റപ്പെട്ട് അവരാൽ ഒരു പരാജയത്തിലേക്ക്, യുദ്ധത്തിൽ ഒരു പരാജയത്തിലേക്ക് അവർ നീങ്ങുന്ന സമയത്ത് അവർ കുത്തിയവങ്കിലേക്ക് നോക്കുകയും കർത്താവ് ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ ശത്രുക്കളെ എല്ലാം നശിപ്പിച്ച് ഒരു രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ഇസ്രായേൽ ഒരു രാജ്യം എന്നുള്ള നിലയിൽ ക്രിസ്തുവിനെ അംഗീകരിക്കും എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടി മാറ്റിവെച്ചിട്ടില്ല, മറിച്ച് ദൈവം പഴയ നിയമ പുസ്തകങ്ങളിലൂടെ, താളുകളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള സത്യങ്ങളെ ഇസ്രായേൽ താൽക്കാലികമായി തള്ളിക്കളഞ്ഞു. അതിന് കാരണം അവർക്കിപ്പോൾ അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ കാണുന്ന കാര്യങ്ങളെ വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യഹൂദന്മാരെ തള്ളിക്കളഞ്ഞു എന്നാണ് നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുക. കാരണം യഹൂദന്മാരിൽ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കർത്താവായ യേശുക്രിസ്തുവിനെ മെശിഹായായി അംഗീകരിക്കാത്തവരാണ്. അതുകൊണ്ട് ആ ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക. എന്നാൽ അങ്ങനെയല്ല, നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിലെ വിശദീകരണമല്ല, മറിച്ച് ദൈവിക വെളിപ്പാടുകൾ, അത് പഴയ നിയമത്തിലുള്ളതായിട്ടുള്ള വെളിപ്പാടുകൾ തന്നെ. ഇനിയും അവർ രക്ഷിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സ്വന്തം ബുദ്ധിയൊന്നും ഉപയോഗിച്ച് ദൈവവചനത്തെ വ്യാഖ്യാനിക്കുവാനായിട്ട് ശ്രമിക്കരുത്. നമുക്കറിയാം, അങ്ങനെ വ്യാഖ്യാനിക്കുന്നതായിട്ടുള്ള ആളുകളാണ് ഇന്ന് ലോകത്തുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ദൈവവചനത്തിലെ ചില ഭാഗങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് വിശദീകരിക്കുവാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം പോലുമില്ല. കാരണം സ്വന്തം ബുദ്ധിയിൽ അതിന് വിരുദ്ധമായിട്ട് അനേക കാര്യങ്ങളും വിശദീകരിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒത്തിരി വേദഭാഗങ്ങളെ അവർ വിഴുങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവവചനത്തെ നാം വ്യാഖ്യാനിക്കേണ്ടത് ദൈവവചനം കൊണ്ട് തന്നെയാണ്, അല്ലാതെ നമ്മളുടെ ബുദ്ധിയിലല്ല, നമ്മുടെ കാഴ്ചപ്പാടുകളിലല്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇസ്രായേലിന് ഒരു യഥാസ്ഥാനം വരുന്നുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 28-ാമത്തെ വാക്യത്തിൽ സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ. അപ്പോൾ യഹൂദന്മാർ കർത്താവിനെ സ്വീകരിച്ചില്ല, അംഗീകരിച്ചില്ല എന്ന് മാത്രവുമല്ല, ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് ജാതികളായിട്ടുള്ള ആളുകൾ തിരിയുന്നത് കണ്ടപ്പോൾ അവർക്കത് ഒട്ടും സഹിക്കുവാനായിട്ടും കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നതായിട്ടുള്ള വിരോധാഭാസം. ജാതികൾ ദൈവത്തിങ്കിലേക്ക് പോകുന്നതിൽ അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് നമ്മൾ നോക്കിയാൽ അവർക്കൊരു പ്രശ്നത്തിനും ആവശ്യമില്ല. എന്നാൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലെ പല വേദഭാഗങ്ങളും വായിക്കുമ്പോൾ അവർ
ഈ ജാതികളും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനെതിരെ അവർ ജാതികളെയും കൂടി കലക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് വിളിച്ചു കളയുന്നതിനാൽ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അപ്പോൾ പുരുഷാരം അങ്ങോട്ട് തിരിയുന്നത് കണ്ടപ്പോൾ അവര് അസൂയ പൂണ്ടു എന്നാണ് പറയുന്നത്. വീണ്ടും നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരെ നേരെ ഇളക്കി വഷളാക്കി. അപ്പോൾ യഹൂദന്മാരെ മാത്രവുമല്ല ജാതികളെയും കൂടെ ഇളക്കി ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ വഷളാക്കി എന്ന് 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നു. ഈ 18-ാമത്തെ അധ്യായത്തിലും അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യാൽ അവൻ വസ്ത്രം കുടഞ്ഞ് നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കിലേക്ക് പോകുമെന്ന് അവരോട് പറയുന്നു. അപ്പോൾ യഹൂദന്മാരെയും ജാതികളെയും ഒരുപോലെ കലക്കി സുവിശേഷത്തിന്റെ വ്യാപനത്തെ തടയുന്നതായിട്ടുള്ളൊരു പരിപാടിയാണ് യഹൂദന്മാർ യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത്. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കളാണ്. അവരെ സുവിശേഷത്തെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായില്ല. അതുമാത്രമല്ല, മറ്റുള്ളവർ കേൾക്കുന്നതിൽ നിന്ന് യഹൂദ ജാതി എന്നുള്ള വ്യത്യാസമില്ലാതെ ആരും കേൾക്കാൻ പോലും അവരനുവദിക്കുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മളോട് വായിച്ചു, അവർ അസൂയ പൂണ്ടു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ വായിച്ച പഠിച്ച വേദഭാഗങ്ങളിൽ അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവർ എരിവുള്ളവരാണ്, പക്ഷെ പരിജ്ഞാനപ്രകാരമല്ല. അവർ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരാണെങ്കിലും പരിജ്ഞാനപ്രകാരമല്ല എന്നുള്ളതാണ്. അവർ യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിനെതിരെ അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ദൈവത്തോടുള്ള ഒരു എരിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത്. പൗലോസ് അപ്പോസ്തലനും അങ്ങനെ തന്നെയാണ് താൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ചെയ്തത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പരിജ്ഞാനപ്രകാരം അല്ലാത്തതായിട്ടുള്ള എരിവ് ഒരു രീതിയിലും ഗുണം ചെയ്യുന്നതല്ല, അത് തികച്ചും ദോഷം ചെയ്യുന്നതാണ് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്കും ഒരുപക്ഷെ ദൈവിക ആത്മീയ കാര്യങ്ങളെ സംബന്ധിച്ച് എരിവുണ്ടാകാം. ഈ എരിവ് എന്ന് പറയുന്നതല്ല നമ്മെ നിയന്ത്രിക്കേണ്ടത്. നമ്മെ നിയന്ത്രിക്കേണ്ടത് പരിജ്ഞാനമാണ്, അല്ലെങ്കിൽ വചനത്തിലെ സത്യങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമ്മളുടെ എരിവ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ദേഹിയിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആത്മാവിൽ എരിവുള്ളവരായി എന്നുള്ളത് നമുക്ക് വചനമുണ്ട്. എന്നാൽ ദേഹിയിൽ നിന്നുള്ള ഒരു എരിവ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രയോജനകരമായിട്ടുള്ള കാര്യമല്ല. അത് നമ്മെ ദോഷത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം പരിജ്ഞാനമുള്ളവരായിട്ട് വേണം ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുവാനായിട്ട് എന്ന് നമുക്ക് അറിയാമല്ലോ. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ, അവര് സുവിശേഷം സംബന്ധിച്ച് ശത്രുക്കളാണെങ്കിലും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാരാണ് എന്ന് പറയുന്നു. അത് നമ്മൾ ഇന്നലെ കണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അവരെക്കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടതായിട്ടുള്ള കാര്യം, അവര് വേരാണ് എന്ന് നമ്മൾ കണ്ടു. അല്ലെങ്കിൽ ആദ്യ ഭാഗമെന്നും വേരെന്നും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാം ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. അവരെ സംബന്ധിച്ച്, കാരണം അവരിലൂടെ ദൈവം ഉത്ഭവിപ്പിച്ച ഒരു ജനമാണ് എന്നുള്ള നിലയിൽ, ഇസ്രായേൽ ജനം എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക പരിഗണന അവരോട് ദൈവത്തിനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാലും ദൈവം അങ്ങനെ ഒരു പരിഗണന യഹൂദന്മാർക്ക് കൊടുത്തിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഒരു ചെറിയ രാജ്യമാണ്. 1 കോടി പോലും അവിടെ ജനസംഖ്യയില്ല. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 1/4 ജനസംഖ്യ മാത്രമേ ഇസ്രായേലിൽ ഉള്ളൂ. 1 കോടി പോലുമില്ല. എങ്കിലും അവർ ഇന്ന് ലോകത്ത് വരുത്തിയിരിക്കുന്നതായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച്, ലോകത്തിന് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ അവരൊരു പ്രത്യേകതയുള്ള ജനതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1% പോലും ഇല്ലാത്തതായിട്ടുള്ള ഇസ്രായേൽ ജനം യഥാർത്ഥത്തിൽ 25% നോബൽ സമ്മാനങ്ങൾ കൈക്കലാക്കുന്നവരാണ്. ലോകത്തിലെ എല്ലാ പ്രധാന കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് യഹൂദജാതിയാണ്. ഇന്ന് ഒരു ചെറിയ രാജ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ വലിപ്പം പോലും ഇസ്രായേലിനില്ല എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അത്ര ചെറിയ ഒരു രാജ്യം എന്ന് പറയുന്നത്
അവരുടെ ചുറ്റും കിടക്കുന്നതായിട്ടുള്ള ശക്തന്മാരായ സമ്പന്നന്മാരായിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്ന ഒരു തലത്തിലാണ് അവരുടെ നിൽപ്പ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ദൈവം അവർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു, അവർ യേശുവിനെ തള്ളിക്കളഞ്ഞു, മിശിഹായെ തള്ളിക്കളഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവർ പിതാക്കന്മാർ നിമിത്തം പ്രിയർ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത നമുക്ക് ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ കാണുവാനായിട്ട് സാധിക്കും. അമേരിക്ക ഏറ്റവും ശക്തമായ ഒരു രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജ്യമാണ് അമേരിക്ക എന്ന് നമുക്കറിയാം. എന്നാൽ ആ അമേരിക്കയുടെ പോളിസികളെ നിയന്ത്രിക്കുന്നത് പോലും യഹൂദന്മാരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് ഒരു പരമസത്യമാണ്. അങ്ങനെ ലോകത്തെ നിയന്ത്രിക്കുവാൻ, ലോകത്തിലെ ശക്തന്മാരായിട്ടുള്ള രാജ്യത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു കൊച്ചു രാജ്യം, ഒരു കുഞ്ഞൻ രാജ്യം. അവരുടെ ചാരസംഘടന എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും പേരുകേട്ടതാണ്. അവർ തീരുമാനിച്ചാൽ, അവരൊരു കാര്യം തീരുമാനിച്ചാൽ അവർ ചെയ്തിരിക്കും. ഇപ്പം ഈ അടുത്ത കാലത്തുണ്ടായ യുദ്ധത്തെക്കുറിച്ച് പോലും നമ്മൾ കേൾക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മാറ്റിമറിക്കുമെന്ന് അവർ പറഞ്ഞു. പക്ഷെ അവർ ആ ഒരു നിലയിൽ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ദൈവത്തിൻ്റെ പ്രിയരായിട്ടുള്ളൊരു ജനമാണ്. ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തുവെന്നും ദൈവിക പരിപാടികൾ അവരിലൂടെ നടപ്പാക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ ജനത്തെ മാത്രം നോക്കിയാൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മളെ നോക്കിയാൽ, നമ്മെ ഓരോരുത്തരെയും നോക്കിയാൽ ദൈവിക പരിപാടി നമ്മളിലൂടെ ദൈവം ഈ ലോകത്ത് നിറവേറ്റുന്നു എന്നുള്ളത് ലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അത് നിർഭാഗ്യവശാൽ ഇന്ന് സംഭവിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ലോകത്തിൽ വിശ്വാസികളെ കണ്ടിട്ട് ദൈവിക പരിപാടി അവരിലൂടെ നിവർത്തിക്കപ്പെടുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നതായിട്ടുള്ള ജീവിത വിശുദ്ധിയോ കാഴ്ചപ്പാടുകളോ ഒന്നും ഇന്ന് ക്രിസ്ത്യാനികൾ ഇന്ന് അവകാശപ്പെടുന്നവർക്കില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തെ കാണുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് അവർ. ഒരു പ്രത്യേക ദൈവിക അനുഭവവും ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അവർക്കുണ്ട് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മെ കാണുന്നതായിട്ടുള്ള ആളുകൾ നാം യഥാർത്ഥത്തിൽ ദൈവമക്കളാണ് എന്ന് നമ്മളുടെ സ്വഭാവവും രീതിയും കാഴ്ചപ്പാടുകളും പെരുമാറ്റങ്ങളും എല്ലാം കണ്ട് ആളുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശരി, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. ദൈവം ഒത്തിരി കൃപകൾ കൊടുത്തതായിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ദൈവം വിളിച്ച് വേർതിരിച്ചതായിട്ടുള്ള ജനമാണ്. അതിനെക്കുറിച്ച് അത് വേണ്ടായിരുന്നു എന്ന് ദൈവം ചിന്തിക്കുന്നില്ല. ആ പരിപാടിയുമായിട്ട് ദൈവം മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അനുദപിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ദൈവത്തിനില്ല, അനുദപിക്കുന്നില്ല എന്ന് മാത്രമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ശരി, അതിനുശേഷം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു പ്രത്യേക കാര്യം വിശദീകരിക്കുകയാണ്. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട്, അതായത് ജാതികളായിട്ടുള്ള ആളുകൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ, അതായത് യഹൂദന്മാരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ ജാതികളായ നിങ്ങൾക്ക് കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. ഞാനതിനകത്ത് ചില വാക്കുകൾ അത് മനസ്സിലാക്കുന്നതിൻ്റെ സഹായത്തിന് വേണ്ടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ തന്നെയല്ല ഞാൻ വായിച്ചത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ മുമ്പേ, നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ജാതികളായിട്ടുള്ള നിങ്ങൾ, ജാതികളായിരുന്ന നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നു. അവരുടെ, അതായത് യഹൂദന്മാരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് കരുണ ലഭിച്ചു. ഇനി നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്ന അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. അപ്പോൾ അനുസരണക്കേടിൽ നിന്ന് അനുസരണത്തിലേക്കാണ് ദൈവം വിളിക്കുന്നത്. ജാതികൾ അനുസരണക്കേടിലായിരുന്നു, അവരെ ദൈവം അനുസരണത്തിലേക്ക് അവർ വന്നു. അന്ന് അനുസരണത്തിലായിരുന്ന യഹൂദന്മാർ അനുസരണക്കേടിലേക്ക് പോയി. ഇനി അനുസരണക്കേടിൽ ഇരിക്കുന്നതായിട്ടുള്ള യഹൂദന്മാരെ വീണ്ടും ദൈവം അനുസരണത്തിലേക്ക് കൊണ്ടുവരും. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്ന ചുരുക്കം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് അതിനുശേഷം പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്? ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. ദൈവം അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു എന്ന് പറയുമ്പോഴും ദൈവം തിരഞ്ഞെടുത്തുവെന്നും ദൈവം ഒടിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്നതായിട്ടുള്ള കാര്യത്തിൻ്റെ ആ ഒരു അതിൻ്റെ രീതിയിൽ തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അനുസരിക്കാതിരിക്കാനായിട്ട് ദൈവം അവരെ സംബന്ധിച്ച് തീരുമാനിച്ചുവെന്നോ ഒന്നും അവിടെ അർത്ഥമാക്കിയിട്ടില്ല. അനുസരണക്കേടിൽ അവർ മുമ്പോട്ട് പോയപ്പോൾ ദൈവം അതിനെ അനുവദിച്ചു. ദൈവം ഒരു ബലപ്രയോഗം നടത്തിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യനെയും ദൈവം ബലപ്രയോഗത്തിലൂടെ തൻ്റെ പിന്നാലെ വരുത്തുവാനായിട്ട്
ഇച്ഛിക്കുന്നില്ല, അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ദൈവം വിളിച്ച് വിളി കേട്ട് ആ ദൈവവിളിയുടെ അടിസ്ഥാനത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ആ ദൈവിക പരിപാടിയിൽ ഉൾപ്പെടുവാനായിട്ട് കഴിയുള്ളൂ. അബ്രഹാമിനെ ദൈവം വിളിച്ചു, എങ്ങോട്ടാണെന്ന് പോലും അറിയത്തില്ലായിരുന്നു എങ്കിലും അബ്രഹാം പുറപ്പെട്ടു. അതുപോലെ പിതാക്കന്മാരെല്ലാവരും അങ്ങനെയായിരുന്നു. അപ്പസ്തോലിനെ ദൈവം വിളിച്ചു, പൗലോസ് അപ്പസ്തോലിനെ. അപ്പോൾ പൗലോസ് അപ്പസ്തോലനും ഇറങ്ങി പുറപ്പെട്ടു. നമുക്ക് ഓരോരുത്തർക്കും വിളി കിട്ടിയിട്ടുണ്ട്. എല്ലാവരെയും കർത്താവ് വിളിക്കുന്നുണ്ട്, എല്ലാവരെയും തങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. എന്നാൽ ആ വിളി കേട്ട പിന്നാലെ പോകുവാൻ കൂട്ടാക്കുന്നവരിലൂടെ മാത്രമേ ദൈവിക പരിപാടി നടപ്പാകുകയുള്ളൂ. അല്ലാത്തവര് അനുസരണക്കേടിൻ്റെ വഴിയിൽ പോകുമ്പോൾ ദൈവം ബലം പ്രയോഗിക്കാതെ അവരുടെ വഴിക്ക് അവരെ അനുവദിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെ അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു എന്ന് പറയുന്നത്. പക്ഷേ ഈ അനുസരണക്കേടിൽ അടച്ചു കളയുമ്പോൾ അവര് ഒരു പരാജയം, ഞങ്ങൾക്കൊന്നും കഴിയുന്നില്ല, ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്നും വേർപെട്ടു പോയി എന്നുള്ളതായ ഒരു വലിയ കുറ്റബോധം അവരിൽ ഉണ്ടാകുമ്പോൾ അവരവരുടെ ഹൃദയത്തെ താഴ്ത്തുകയും ആ സമയത്ത് അവർക്ക് ദൈവകരുണ അല്ലെങ്കിൽ ദൈവകൃപ ലഭിക്കുകയും അവര് അനുസരണത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുതന്നെയാണ് യഹൂദന്മാർക്ക് ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം കൊടുത്തതിനെ കുറിച്ചും പറയുന്നത്. ന്യായപ്രമാണത്തിനെ ഒരു ശിശുപാലകനായിട്ടാണ് പറയുന്നത്. ന്യായപ്രമാണം അനുസരിക്കുവാനായിട്ട് അവരൊത്തിരി ശ്രമിച്ചു, അവരെ കൊണ്ട് സാധിച്ചില്ല, അവർ പരാജയപ്പെട്ടു. അവരുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ അവയവങ്ങളിൽ കാണുന്നതായിട്ടുള്ള ഒരു പാപപ്രമാണം അവരെ ന്യായപ്രമാണം അനുസരിക്കാൻ കഴിയാത്ത വിധം ബലഹീനരാക്കി കളഞ്ഞു എന്ന് 7-ാമത്തെ അധ്യായത്തിൽ നാം പഠിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മളുടെ ജഡത്തിൻ്റെ ശക്തിയിൽ, നമ്മുടെ ദേഹിയുടെ ശക്തിയിൽ ദൈവിക കൽപ്പനകളെ അനുസരിക്കുവാൻ കഴിയാത്ത വിധം നാം അശക്തരാണ് എന്ന് ദൈവസന്നിധിയിൽ നാം ഏറ്റുപറയുമ്പോൾ, ആ അനുസരണക്കേട് നിലനിൽക്കുവാൻ താല്പര്യമില്ലാതെ ആ ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോഴാണ് നമുക്ക് കരുണയും കൃപയും ലഭിക്കുന്നത്. ആ സമയത്താണ് നമുക്ക് വിശ്വസിക്കുവാനും അനുസരിക്കുവാനും ദൈവത്തിൽ നിന്നുള്ളതായിട്ടുള്ള ഒരു അനുകൂല മനോഭാവം, കൃപ നമുക്ക് ലഭിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണ്. അതായത് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞുകൊണ്ട് അനുസരണത്തിലേക്ക് വരുത്തുന്നതായിട്ടുള്ള ദൈവിക പരിപാടികളെക്കുറിച്ച് അപ്പസ്തോലൻ തുടർന്ന് പറയുന്നതാണ്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. നമ്മളിതിനെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ ഇതിലെന്താണ് വലിയ കാര്യം ഇരിക്കുന്നത്? നമുക്കത് അത്ര വലിയ കാര്യമായിട്ട് ഒരു പക്ഷെ തോന്നാൻ സാധ്യതയില്ല. എന്നാൽ ദൈവിക പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ബുദ്ധി, നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലല്ലോ ദൈവം ചിന്തിക്കുന്നതും ദൈവം പ്രവർത്തിക്കുന്നതും. ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ വഴികളും എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ വഴികളുമായിട്ട് അല്ലെങ്കിൽ വിചാരങ്ങളും വഴികളുമായിട്ട് തുലനം ചെയ്യുമ്പോൾ അത് ആകാശം ഭൂമിക്കുമേതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്രമേൽ വ്യത്യാസമായിരിക്കുന്നു എന്നാണ് യെശയ്യാവിൻ്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു നാം വായിക്കുന്നത്. ആകാശം ഭൂമിക്കുമേതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളിലും നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളിലും ദൂരമായിരിക്കുന്നു, അകലെയായിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ നാം ഈ ദൈവിക വഴികളെ നമ്മുടെ ബുദ്ധിയിൽ വ്യാഖ്യാനിക്കാനായിട്ടോ മനസ്സിലാക്കാനായിട്ടോ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കത് സാധിച്ചു എന്ന് വരികയില്ല. അത് ദൈവിക വഴികളുടെ പരിമിതിയല്ല, അതിൻ്റെ കുറവല്ല, മറിച്ച് നമ്മളുടെ ദൈവിക കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും കഴിയാത്തതിൻ്റെതായിട്ടുള്ള നമ്മളുടെ പരിമിതിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്കൊരിക്കലും അവകാശമില്ല. ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. മറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് ഈ ഒരു പരിപാടി, അതായത് അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞുകൊണ്ട് അനുസരണത്തിലേക്ക് വരുത്തുന്നതായിട്ടുള്ള ദൈവിക പരിപാടിയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. അത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളുടെ ചിന്തയ്ക്ക്, നമ്മളുടെ ബുദ്ധിക്ക്, നമ്മുടെ അറിവിന്, നമ്മളുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ വിദൂരമായിരിക്കുന്ന, എത്തിപ്പെടാൻ കഴിയാത്തതായിട്ടുള്ള ദൈവിക പരിപാടിയാണ്. നമുക്കറിയാമല്ലോ, രക്ഷ എന്ന് പറയുന്നത് പോലും എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദൈവിക പരിപാടിയാണ്. ലോകത്തിൽ എത്രയോ മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യർ അവൻ്റെ കാഴ്ചപ്പാടിൽ എത്രയോ വിശ്വാസങ്ങളും മതങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ വിശ്വാസത്താലുള്ള നീതീകരണം, രക്ഷ എന്ന് പറയുന്നത് ലോകത്തിൽ പ്രസംഗിക്കുന്ന ഏക മാർഗം എന്ന് പറയുന്നത് ക്രിസ്തു മാർഗമാണ്. വേറെ ലോകത്തിൽ ഒരു മതത്തിനും ആ ഒരു തലത്തിലേക്ക് ചിന്തിക്കാനോ എത്തിപ്പെടാനായിട്ടോ കഴിഞ്ഞിട്ടില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും പ്രവൃത്തികളിലൂടെ
രക്ഷ പ്രാപിക്കുക, മോക്ഷം പ്രാപിക്കുക, അല്ലെങ്കിൽ ദൈവപ്രസാദം നേടുക എന്നുള്ളതാണ്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരേ ഒരു മാർഗത്തെ പ്രസംഗിക്കുന്ന ഏക പുസ്തകമാണ് ദൈവവചനമായിരിക്കുന്ന ബൈബിൾ എന്ന് നമുക്കറിയാം. അപ്പോൾ കർത്താവിൻ്റെ വഴികൾ അഗോചരമാണ്, അപ്രമേയമാണ്. അത് നമുക്ക് നമ്മുടെയൊക്കെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ ഇതിലെന്താണ് ഇത്ര പുതുമ, ഇതിലെന്താണ് ഇത്ര വലിപ്പം, വലിയത് എന്നൊക്കെ നമുക്ക് തോന്നുന്നെങ്കിൽ നമുക്കതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ്. ഈ ചിലർക്കൊക്കെ സംശയങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? സംശയങ്ങൾ ഉണ്ടാകുന്നത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുമ്പോഴാണ്, അല്ലേ? എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലായില്ലെങ്കിലും ഒരാൾക്ക് സംശയം ഉണ്ടാകുകയില്ല. അപ്പോൾ ഇവിടെയും നമുക്ക് സംശയം ഉണ്ടാകുന്നുവെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതല്ലാതെ എല്ലാം മനസ്സിലാക്കുവാൻ, ദൈവിക പരിപാടികളെല്ലാം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ലല്ലോ. ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് വന്നാലും അതും ഒരു പ്രശ്നമാണ്. നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക, വിധേയപ്പെടുത്തുക. ദൈവികമായിട്ടുള്ള ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവികമായിട്ടുള്ളൊരു ജ്ഞാനം പ്രാപിക്കുവാൻ ദൈവാത്മാവിൻ്റെ സഹായത്തിനായി അവൻ്റെ അടുക്കിലേക്ക് നാം ചെല്ലുക. കർത്താവിൻ്റെ അറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? ആരാണ് കർത്താവിൻ്റെ മനസ്സറിഞ്ഞിട്ടുള്ളത്? കർത്താവിൻ്റെ മനസ്സിനെ അറിയാനായിട്ട് കഴിയുമോ? അൺലിമിറ്റഡ് ആയിട്ടുള്ള, അനന്തനായിട്ടുള്ള, നിത്യനായിട്ടുള്ള ദൈവത്തിൻ്റെ മനസ്സ് ഒരിക്കലും പരിമിതികളുള്ള അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതല്ല, വിശദീകരിക്കാനായിട്ടും കഴിയുന്നതല്ല. സർവജ്ഞാനിയും സർവ്വവ്യാപിയും സർവശക്തനുമായിട്ടുള്ള ദൈവത്തിന് ഒരു മന്ത്രിയുടെ ആവശ്യമില്ല എന്നുള്ളതും നമുക്കറിയാം. അതുകൊണ്ടാണ് അവന് മന്ത്രിയായിരുന്നിട്ടോ അവൻ്റെ മനസ്സറിയാനായിട്ട്, അപ്പം മനസ്സറിയാനായിട്ട് കഴിയുന്ന ആൾക്ക് മാത്രമേ മന്ത്രിയാകാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു മന്ത്രിസ്ഥാനത്തിന് പ്രസക്തി തന്നെയുമുള്ളൂ. ദൈവം സർവജ്ഞാനിയും സർവശക്തനുമൊക്കെ ആയതുകൊണ്ട് തനിക്കൊരു മന്ത്രിയോ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? ഈ സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായിട്ടുള്ള കർത്താവിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അതിന് പ്രതിഫലം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ വളരെ കഷ്ടമായിട്ടുള്ള, ആ ചിന്ത പോലും എത്രയോ ബാലിശമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് അതിൻ്റെ പ്രതിഫലമായിട്ട് ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളോ നമ്മുടെ ആഗ്രഹങ്ങളോ നേടുക, അതുപോലെ തന്നെ മോക്ഷവും പ്രാപിക്കുക. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായിട്ടുള്ള കാര്യം. ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൽ നിന്നുള്ള ഒരു അനുകൂല മനോഭാവം ഈ ലോകത്തിലും നിത്യതയിലും സമ്പാദിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ പരിപാടി. അതൊരിക്കലും സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. അവനിൽ നിന്നാണ് സകലവും വന്നത്, നാം തന്നെയും വന്നത് അവനിൽ നിന്നാണ്. ഇനി അവങ്കിലേക്കാണ്, അവനാലാണ് നാം നിലനിൽക്കുന്നത്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഇനി എല്ലാം തിരികെ പോകുന്നതും അവൻ്റെ പരിപാടിക്ക് അനുസരിച്ചാണ്. കർത്താവിൻ്റെ നിയോഗത്തിൽ നിന്നല്ലാതെ, തീരുമാനത്തിൽ നിന്നല്ലാതെ ഈ ലോകത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മളുടെ ജീവിതത്തിലും സംഭവിക്കുന്നില്ല. നമുക്ക് കർത്താവിൻ്റെ അനുവദിച്ചിരിക്കുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കെ അവൻ എന്നേക്കും മഹത്വം എന്ന് പറയാനല്ലാതെ നമുക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കർത്താവിന് കൊടുത്തിട്ട് അനുകൂല മനോഭാവം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളും അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, എത്ര ഭാഗ്യമുള്ള ആളുകളാണ് നാം. ഇങ്ങനെ ഈ സത്യദൈവത്തെ മനസ്സിലാക്കുവാൻ, കണ്ടെത്തുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. അവൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. ദൈവത്തിന് മഹത്വം. അവൻ്റെ അതിശ്രേഷ്ഠ നാമം മഹത്വപ്പെടുമാറാകട്ടെ.